പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാറ്റിൻ്റെ അകമ്പടിയോടെ പറയാതെ വന്ന ഒരു വിരുന്നുകാരനായിരുന്നു മഴ. ചുട്ടുപൊള്ളുന്ന ഭൂമിയിലേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾക്ക് ക്രിസ്റ്റലിൻ്റെ മുത്തുമണികളുടെ ഭംഗി തന്നെയായിരുന്നു. മഴ നോക്കി അല്പനേരം പുറത്തു നിന്നെങ്കിലും കറണ്ട് പോയ വിഷമം മനസ്സിനെ അലട്ടി. റമദാനാണ്, ജ്യൂസ് നിർബന്ധം, എന്തു ചെയ്യും? അപ്പോഴാണ് മനസ്സിൽ ബൾബ് കത്തിയത്. മിക്സി ഇല്ലാതെയും നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. മഴയിൽ ആടിത്തിമിർക്കുന്ന എൻ്റെ ചെടിത്തലപ്പുകൾ കണ്ടു നിൽക്കാനുള്ള സമയം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ കരുതി വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ അരികിലേക്ക് ഞാൻ നടന്നു നീങ്ങി. എന്തായാലും മുക്കും മൂലയൊക്കെ തെരഞ്ഞ് എനിക്ക് 2 നേന്ത്രപ്പഴം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞ് ഒരു ചോപ്പറിൽ വെച്ച് നൂല് പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശേഷം നല്ല തണുത്ത പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു സ്പൂൺ വെച്ച് നമ്മൾ ചോപ്പ് ചെയ്ത ഈ പഴം ഇതിൽ നന്നായി മിക്സ് ചെയ്യുക. നൂല് പോലെ ആയിരിക്കും ഈ പഴം ചോപ്പ് ചെയ്തിരിക്കുക. അത് നന്നായി വേറിട്ട് വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്യുക. അതുപോലെ നമ്മുടെ ബേസിൽ സീഡ്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേസിൽ സീഡ്സ് ഇട്ടതിന് ശേഷവും നമ്മൾ നന്നായി അതിൽ മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തിക്കുക. ശേഷം ഒരല്പം ക്യാരറ്റ് ചോപ്പ് ചെയ്തത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനൊരല്പം ടേസ്റ്റ് കൂടെ കൂട്ടാൻ വേണ്ടി നമുക്ക് ഇതുപോലെ കുറച്ച് ബദാം എടുത്ത് അമ്മിയിൽ കുത്തി പൊടിക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ച് വെക്കുകയോ ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ മിക്സി ഇല്ലാതെ ജ്യൂസ് ഉണ്ടാക്കിയാലുള്ള ഒരു ഉപകാരം വേറെയുമുണ്ട്. പഴം കൊണ്ട് ജ്യൂസ് മിക്സിയിൽ അടിച്ചെടുത്താൽ കുറച്ച് സമയം കൊണ്ട് അത് കറുത്ത് പോകുകയും അല്ലെങ്കിൽ അടിയിൽ വെള്ളവും മേലെ പതയുമായിട്ട് നിൽക്കുന്ന ഒരു പരുവം ഈ ജ്യൂസിന് ഉണ്ടാവുകയില്ല. എത്ര സമയം വേണമെങ്കിലും ഈ ജ്യൂസ് നമുക്ക് കളറ് മാറാതെ തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. കാണാൻ പായസം പോലെയും കഴിക്കാൻ ഫ്രൂട്ട് സലാഡ് പോലെയുമാണെന്നാണ് എൻ്റെ മക്കൾ ഇതിനുള്ളൊരു അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ കാറ്റത്തും മഴയത്തും കറണ്ട് ഇല്ലാതാവുന്ന എല്ലാ സമയത്തും നമുക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങൾ വെച്ച് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വിദ്യ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ വിഭവം കണ്ടു നോക്കാം. അതിന് ഞാനിവിടെ ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്ത് പുഴുങ്ങി അരച്ച് ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ശേഷം അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയുടെ ക്വാണ്ടിറ്റി നമുക്ക് ആ മാവ് ഒന്ന് ടൈറ്റായി വരുന്ന ആ രീതിയിൽ ആക്കി കൊടുക്കുക. ഏകദേശം കൈകൊണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്ന പരുവത്തിൽ നമ്മൾ ഇതുപോലെ ആക്കിയെടുത്ത് കയ്യിൽ എണ്ണ തടവി ഇതുപോലെ പരത്തി ഉപ്പ് ചേർത്ത് തിളപ്പിച്ച ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. 2 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് നന്നായി വെന്തതിന് ശേഷം നമുക്ക് അത് കോരിയെടുക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇതിനിടയിൽ നമുക്കൊരല്പം ബദാം മിക്സിയുടെ ഗ്രൈൻഡറിൽ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ച പാല് നമ്മൾ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. പാല് തിളക്കുന്ന സമയത്ത് ഒരല്പം കോൺഫ്ലവർ കലക്കി അതിലേക്ക് ഒഴിച്ച് ഇതുപോലെ ക്രീമാക്കിയെടുക്കുക. പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായി ക്രീം പരുവത്തിലാകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. ശേഷം നമ്മളൊരല്പം ചിരകിയ തേങ്ങയും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബദാമും തേങ്ങയും കോൺഫ്ലവറും ഒക്കെ ചേർന്ന് നല്ല ക്രീമിയായ മധുരമുള്ള ഒരു പേസ്റ്റാക്കി നമുക്കിത് മാറ്റിയെടുക്കണം. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പേരറിയാത്ത ഈ വിഭവത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് ഉണക്കമുന്തിരിയിട്ട് വറുത്ത് കോരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നന്നായി യോജിപ്പിച്ച് ഇളക്കിയതിന് ശേഷം നമ്മുടെ പൊടിച്ചു വെച്ച ബദാം ബാക്കിയുള്ളത് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ചേർത്ത ബദാം അതിൽ കിടന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പൊടിച്ച് കുറച്ച് ബദാം അതിൻ്റെ മുകളിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമ്മളൊരല്പം തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂവ് കയ്യിലുള്ള ആളുകൾക്ക് ഒരു 2-3 ഇല്ലി കുങ്കുമപ്പൂവ് ഇതിലിട്ട് ഇളക്കി കൊടുത്താൽ നല്ല ഒരു മഞ്ഞ കളറായി ഇത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടും. അങ്ങനെ ക്യാരറ്റ് കൊണ്ട് പേരറിയാത്ത ഈ വിഭവം ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് പേരിടാൻ അറിയാമെങ്കിൽ പേരെൻ്റെ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. എന്നാൽ നമുക്കൊരു പുതിയ വിഭവത്തിന് പേരിട്ട സന്തോഷവും കൂടെ ലഭിക്കും. എല്ലാവരും മറക്കാതെ ഓരോ പേരുകൾ നിർദ്ദേശിക്കുക. എനിക്ക് അതിനൊരു പേര് നിങ്ങൾ തരുന്നത് വളരെ സന്തോഷമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.